ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ എല്ലാത്തിൻ്റെയും റെസിപ്പി ഈ വീഡിയോസിലാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നോക്കാമേ. അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനെഗർ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് സവാള അരിഞ്ഞതിടാം, ചെറിയുള്ളി ആണെങ്കിലും ഇടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാവേ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്തോരം കറിവേപ്പില വേണം അത്രയും ഇതിനകത്ത് ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഗരം മസാലയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അങ്ങനെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അങ്ങനെ കുറച്ചൊന്ന് വെള്ളമൊക്കെ വറ്റി തീരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സവാള ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. അങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അങ്ങനെ ഒരുവിധം ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അപ്പം നെയ്യ് കുറവുള്ള ബീഫാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. നെയ്യുള്ള ബീഫാണെങ്കിൽ കുഴപ്പമില്ല, ഓൾറെഡി അതിനകത്ത് നെയ്യ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ ഊർന്ന് വന്നോളും. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പിന്നെയും നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ സ്റ്റൗവിലായതുകൊണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ സവാള ഇതിൽ പിന്നെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചെയ്യാറ് ഇടയ്ക്കിടയ്ക്ക് സവാള ഇതിൽ ഓരോരോ സ്റ്റേജ് അനുസരിച്ച് ഇട്ട് കൊടുക്കും. സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക. അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടിക്കഴിയുമ്പോൾ ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് സവാള ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണേ. അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ എരിവുള്ള മുളക് പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല. എന്നിട്ട് നന്നായിട്ടിത് ഇളക്കി പച്ചമണം പോകുന്നോടെ വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ഉരുളക്കിഴങ്ങും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് വേവിച്ചതാണ് കേട്ടോ. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇതൊന്നും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ. അങ്ങനെ മല്ലിപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിയുമ്പോൾ നമുക്കിതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ എരിവുള്ള ചില്ലി പൗഡറും കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് ആ ഒരു പച്ചമണം പോകുന്നോടം വരെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എണ്ണ വേണം കേട്ടോ ഇതിനകത്ത്. നോർമൽ എണ്ണയല്ല, കുറച്ചും കൂടെ അധികം എണ്ണ വേണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് പിന്നെ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കണം കേട്ടോ, കരിയാണ്ട്. പിന്നെ നമുക്ക്
ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് എണ്ണ പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാനിവിടെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ കരിയാതെ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാവേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതിനകത്തോട്ട് ഇനി ആവശ്യമുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ ഞാനിതിവിടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ നന്നായിട്ട് കുഞ്ഞതാക്കി നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിനകത്ത് ഇട്ടിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ആ മസാലപ്പൊടികളെല്ലാം എല്ലാ പീസിലും പറ്റുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് നോക്കണേ. അങ്ങനെ ഒരു പകുതി വേവായി കഴിയുമ്പോൾ അത് നമുക്ക് തുറന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അല്ലെങ്കിൽ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് പച്ചമുളകും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ 2 തക്കാളി, മീഡിയം സൈസിലെ 2 തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച ആ ഒരു അരപ്പ് നന്നായി അരച്ചെടുത്തത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാവേ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് തുറന്നിട്ട് അങ്ങനെ ഇളക്കി ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള സംഭവമാണ് കേട്ടോ. അങ്ങനെ ഇളക്കി നന്നായിട്ട് വരട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ദേ ഇവിടുതാണ് കേട്ടോ ലാസ്റ്റ് സ്റ്റേജ്. നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ അടിപൊളിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അത് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം നമുക്ക്. ആ വഴന്ന് കിട്ടുന്ന അത്രയും നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 3 കുടംപുളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് പച്ചമണം പോകുന്നോടം വരെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് മിക്സായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് 2ാം പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ആ ഒരു പച്ചമണം ഒന്നും കൂടെ പോവാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായി തിളച്ച് ആ ഒരു പാല് വറ്റി കഴിയുമ്പോൾ ആ 2ാം പാല് തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്ന് ശ്രദ്ധിക്കണം. പുളി ഇറങ്ങിയിട്ടുണ്ടാവില്ല, ഉപ്പൊന്ന് നോക്കണം നമ്മൾ. അങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ മീൻ കഷ്ണങ്ങൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ മീൻ വെന്ത് കഴിയുമ്പോൾ 1ാം പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മീൻ വാങ്ങി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചെമ്മീൻ വറക്കാൻ വേണ്ടിയിട്ട് മുളക് തേച്ച് വയ്ക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നല്ല മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വിനെഗർ അല്ലെങ്കിൽ നാരങ്ങാനീര് ഇതിലേതെങ്കിലും ഒരെണ്ണവും കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ എല്ലാവിടെയും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതേ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ എടുത്തിട്ട് ഈ അരപ്പ് നമുക്ക് അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ചെമ്മീനിലും ആവുന്നോടം വരെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് എല്ലാത്തിലും ആയിട്ടുണ്ട്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മീൻ വറുക്കാനുള്ളതിനകത്ത് മുളക് തേച്ച് വയ്ക്കാം. അതിനകത്ത് ഞാനിവിടെ ഒരു പ്ലേറ്റിനകത്തോട്ട് കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട്
പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വിനെഗർ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങാനീര്, ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കത് മിക്സാക്കി എടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം പോലെ അല്ലാണ്ട് കട്ടിയായിട്ട് വരുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കൈവച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവിടെയും നന്നായിട്ട് ഇത് മിക്സായിട്ട് കിട്ടും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ മീൻ കഷ്ണങ്ങളും എടുത്തിട്ട് എല്ലാ മീനിലും ഇത് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. തേച്ചിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതെല്ലാം മുളക് തേച്ചിട്ട് ഞാൻ തലേ ദിവസം മുളക് തേച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് പിറ്റേ ദിവസമാണ് എടുത്ത് വറുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് വിന്താലു ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഇതേ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം നല്ല ജീരകമാണ്, അതിട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളകും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് ഇടാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കണം, അതുപോലെ തന്നെ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ മുരിങ്ങയുടെ തോലുണ്ടെങ്കിൽ അതൊരു കഷ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ വിനെഗറും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് അരച്ചെടുക്കാം. അത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെറിയുള്ളി ഇടണം. അതുപോലെ തന്നെ ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അങ്ങനെ ഇത് ഒരുവിധം വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പോർക്കല്ല ബീഫാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമുക്ക് ബീഫും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പോർക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ പോർക്കും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സാക്കിയിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ 2 വിസിലാണ് ഇത് അടുപ്പിച്ചത്. അപ്പം നമ്മുടെ പോർക്ക് വിന്താലും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മുളക് തേച്ച് വെച്ചിരിക്കുന്ന മീൻ വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് 2-3 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ മീൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേ മീൻ വറുത്തത് നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ ചെമ്മീൻ നമ്മൾ മുളക് തേച്ച് വെച്ചിട്ടുണ്ടായല്ലോ, അതും വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ വറുത്തത്, മീൻ വറുത്തത്, മീൻ കറി, അതുപോലെ തന്നെ നമ്മുടെ പോർക്ക് വിന്താലു വെച്ചത്, നമ്മുടെ ചിക്കൻ പെരട്ട്, പിന്നെ എന്താണ് നമുക്ക് ബീഫ് ഫ്രൈ വരട്ടിയെടുത്തത്, ഇതെല്ലാം ഇവിടെ നമുക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു. ബൈ.